ഹലോ എവരിവൺ, വെൽക്കം ബാക്ക്. എഡിറ്റിംഗ് എന്ന് പറയുന്ന ക്വസ്റ്റ്യൻ നമ്മൾ ഇപ്പോഴും ക്വസ്റ്റ്യൻ പേപ്പറിൽ കാണുന്നതാണല്ലേ. എങ്ങനെയാണത് ചെയ്യേണ്ടത് അതിനെപ്പറ്റി കൂടുതൽ ഡീറ്റെയിൽസ് ആണ് നമ്മളത് ഡിസ്കസ് ചെയ്യുന്നത്. സോ നമുക്ക് നേരെ ഒരു ക്വസ്റ്റ്യനിലേക്ക് വരാം. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ്. 4 മാർക്കെന്ന് കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കണം ഇവിടെ 4 മിസ്റ്റേക്സ് ഉണ്ട്. ഓക്കെ, അപ്പൊ ഒന്ന് പാരഗ്രാഫ് വായിച്ചു നോക്കുക, വേർബിനെ കണ്ടുപിടിക്കുക, വേർബ് പ്രസന്റ് ടെൻസ് ആണോ പാസ്റ്റ് ടെൻസ് ആണോ എന്ന് ഐഡന്റിഫൈ ചെയ്യുക വേഗം തന്നെ. എന്നാൽ ശേഷം നമ്മൾ ഡിസൈഡ് ചെയ്യണം ബാക്കി സെന്റൻസുകളൊക്കെ എന്തിലാവാം, വേർബ് പാസ്റ്റ് ടെൻസിലാവാം അല്ലെങ്കിൽ പ്രസന്റ് ടെൻസ് ആവാമെന്ന് നമ്മൾ മനസ്സിലാക്കണം. അതുപോലെ തന്നെ ചില ക്ലൂ വേർഡ്സ് ഉണ്ടാവും. ഫോർ എക്സാമ്പിൾ യെസ്റ്റർഡേ, ടുഡേ അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ ലാസ്റ്റ് ഇയർ എന്നൊക്കെയുള്ള എക്സാമ്പിൾസ് ഉണ്ടെങ്കിലും നമുക്ക് ടെൻസ് അതിനകത്ത് മനസ്സിലാക്കാൻ സാധിക്കും. ഓക്കെ, അപ്പൊ ആദ്യം നമ്മളിത് വായിച്ചു നോക്കുകയാണ്. ദ മെയിൻ കോൺഫ്ലിക്റ്റ് ഇൻ ദ സ്റ്റോറി അമിഗോ ബ്രദേഴ്സ് is that of ambition. Both the friends wants to be champions, but only one of them can be the champ. So they decide to fight out it. In the end, they realize that they value their bonding more than their ambition. ഇതാണ് മിസ്റ്റേക്ക്. അപ്പോൾ വായിക്കുമ്പോൾ തന്നെ നമുക്ക് ഏകദേശമൊക്കെ കാര്യങ്ങളൊക്കെ മനസ്സിലായി എവിടെയൊക്കെയാണ് മിസ്റ്റേക്സ് വരുന്നത്. ദ മെയിൻ കോൺഫ്ലിക്റ്റ് ഇൻ ദ സ്റ്റോറി, ഓക്കെ, അവിടെ വലിയ മിസ്റ്റേക്ക് ഉണ്ടോ? ഇല്ല. ഇൻ ദ സ്റ്റോറി അമിഗോ ബ്രദേഴ്സ് ഇസ് ദാറ്റ് ഓഫ് എന്ന് പറയുന്നിടത്ത് OFF ചേർത്തിട്ടുണ്ട് അല്ലെ. OFFന്റെ ഒരു ആവശ്യമില്ല. അവിടെ ഏതാണ് നമ്മൾ പറയുന്ന സാധാരണ നമ്മുടെ ഓഫ് ആണ് ആൻസർ. ഓക്കെ, നെക്സ്റ്റ്, ബോത്ത് ഫ്രണ്ട്സ് വാണ്ട്സ് ടു ബി ചാമ്പ്യൻസ്. ബോത്ത് ഫ്രണ്ട്സ് വാണ്ട്സ് ടു ബി എന്ന് പറഞ്ഞാൽ തെറ്റാണ്. അവിടെ സബ്ജക്റ്റ് വേർബ് എഗ്രിമെന്റ് എന്ന് പറയുന്ന ആ ഒരു കാര്യമാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ബോത്ത് ഫ്രണ്ട്സ് എന്ന് പറയുമ്പോൾ പ്ലൂറൽ ആണ് അല്ലെ, കുറെ ആൾക്കാരുണ്ട്. അപ്പൊ നമ്മൾ വേർബും എന്തായിരിക്കണം, പ്ലൂറൽ ആയിരിക്കണം. എന്ന് വെച്ചാൽ സബ്ജക്റ്റ് പ്ലൂറൽ ആണെങ്കിൽ വേർബും പ്ലൂറൽ ആയിരിക്കണം, സബ്ജക്റ്റ് സിംഗുലർ ആണെങ്കിൽ വേർബും സിംഗുലർ ആയിരിക്കണം. ഇതിനെയാണ് നമ്മൾ കോൺകോഡ് എന്ന് പറയാം. കോൺകോഡ് സബ്ജക്റ്റ് വേർബ് എഗ്രിമെന്റ് ആണത്. അപ്പൊ നമ്മൾ ഇങ്ങനെ എക്സാമ്പിൾ നോക്കുകയാണെങ്കിൽ ഹി ഈസ് എന്നാണ് പറയാം. അതേപോലെ തന്നെ ദേയുടെ കൂടെ നമ്മൾ ആർ എന്നാണ് പറയാ, ദേ ആർ എന്നാണ് പറയാ. ക്ലിയർ അല്ലേ? അപ്പോ അതെന്തുകൊണ്ടാണ്? ഹി സിംഗുലർ ആയതുകൊണ്ടാണ് ഓക്സിലറി വേർബ് ഈസ് ഉപയോഗിച്ചത്, ദേ പ്ലൂറൽ ആയതുകൊണ്ടാണ് ഓക്സിലറി വേർബ് ആർ ഉപയോഗിച്ചത്. അതുപോലെ തന്നെയാണ് ചില വേർബുകളും. ഹി പ്ലേസ് എന്ന് പറയുമ്പോൾ അത് സിംഗുലർ ആണ്. ഓക്കെ, ദേ പ്ലേ എന്ന് പറയാം, ദേ പ്ലേ, കാരണം പ്ലേ എന്ന് പറയുന്നത് പ്ലൂറൽ ആണ്. അപ്പൊ ഈ സിംഗുലറും പ്ലൂറലും എങ്ങനെയാണ് നമ്മൾ തിരിച്ചറിയാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെയാണ്. കുറച്ച് സിംഗിൾ ഓക്സിലറീസ് നമുക്ക് നോക്കാം. ഈസ്, അതുപോലെ വാസ്, അതുപോലെ ഹാസ്, ഡസ്. ഓക്കെ, അതുപോലെ വേർബ് വരികയാണെങ്കിൽ പ്ലേസ്, വാക്സ് എന്നൊക്കെ പറയുന്നതാണ് സിംഗുലർ ആയിട്ടുള്ള ഓക്സിലറിയും വേർബുകളും. ഇനി പ്ലൂറൽ ഇതിന്റെ ഒക്കെ നോക്കുകയാണെങ്കിൽ ആറുണ്ട്, വാസിന്റെ വേർ ഉണ്ട്, ഹാസിന്റെ ഹാവ് ഉണ്ട്, ഡസിന്റെ ഡു ഉണ്ട്, പ്ലേസിന്റെ പ്ലേ ഉണ്ട്. എന്ന് വെച്ചാൽ നമ്മളിപ്പോ പറയാണ് ഹീയുടെ കൂടെ നമ്മൾ ഹി ഈസ് ആണ് ഉപയോഗിക്കുക. കാരണം ഹി ഒരാളേ ഉള്ളൂ, സിംഗുലറിന്റെ കൂടെ ഈസ് ആണ് ഉപയോഗിക്കുക. ദേ ആണെങ്കിൽ നമ്മൾ ദേ ആർ ഉപയോഗിക്കും. അതേപോലെ ഹി പ്ലേസ് എന്നാണ് നമ്മൾ പറയാ, എസ് വേണം. ദേ ആണെങ്കിൽ പ്ലേ എന്ന് പറയും, പ്ലേ പ്ലൂറലാണ്. അപ്പൊ ഇനിയും ഓർത്തു വെക്കാൻ ബുദ്ധിമുട്ടുള്ളവര് അവസാനം എസ് വരുന്നത് സിംഗുലർ, എസ് ഫോർ സിംഗുലർ, അങ്ങനെയെങ്കിലും ഓർത്തു വെക്കാം. ഓക്കെ, അപ്പോ നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കി, കോൺകോഡ് ഇത് എഡിറ്റിംഗിൽ ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. ഓക്കെ, അപ്പൊ ഇവിടെ ഫ്രണ്ട്സ് എന്ന് പറയുമ്പോൾ കുറെ ആൾക്കാരുണ്ട്, എന്നിട്ട് അവർ വാണ്ട്സ് എന്ന് സിംഗുലർ ആണെന്നുള്ളത്. അപ്പൊ നമ്മൾ അതിനെ എന്താക്കണം, വാണ്ട് എന്ന് പറയുന്ന രീതിയിലേക്ക് അതിനെ മാറ്റണം. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ, അടുത്ത മിസ്റ്റേക്ക്, ബട്ട് ഓൺലി വൺ ഓഫ് ദം ക്യാൻ ബി ദ ചാമ്പ്. പ്രശ്നങ്ങളൊന്നുമില്ല. സോ ദേ ഡിസൈഡ് ടു ഫൈറ്റ് ഔട്ട് ഇറ്റ്. നമ്മൾ പറഞ്ഞപ്പോൾ തന്നെ നേരത്തെ ഒരു മിസ്റ്റേക്ക് അവിടെ ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു അല്ലെ. ഫൈറ്റ് ഔട്ട് ഇറ്റ് എന്നല്ല പറയാ, എന്താ പറയാ, ഫൈറ്റ് ഇറ്റ് ഔട്ട് എന്നാണ് പറയാ. എന്താണ്? ഫൈറ്റ് ഇറ്റ് ഔട്ട് എന്നാണ് പറയാ അല്ലെ. അതാണ് കറക്റ്റ് വേർഡ് ഓർഡർ എന്ന് പറയുന്നത്. അപ്പൊ വേർഡ് ഓർഡറിലും മിസ്റ്റേക്സ് ഉണ്ടാവാം. ഓക്കെ, നെക്സ്റ്റ് എന്ന് വെച്ചാൽ വാക്കുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറി തിരിച്ചൊക്കെ നമുക്ക് നൽകാം. ഇൻ ദ എൻഡ് ദേ റിയലൈസ്, തെറ്റാണ്. ഇൻ ദ എൻഡ് ദേ റിയലൈസ് ദാറ്റ് ദേ വാല്യൂ ദേർ. അവിടെ ഒരു മിസ്റ്റേക്ക് ഉണ്ട്, ദേർ അല്ല, എന്താ വരിക, ദേർ എന്നാണ് സ്പെല്ലിംഗ്. നമ്മുടെ സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ആണ്, ദേർ അല്ല. എന്താണ്? ഇൻ ദ എൻഡ് ദേ റിയലൈസ് ദാറ്റ് ദേ വാല്യൂ ദെയർ ബോണ്ടിങ് മോർ ദാൻ ദെയർ അംബിഷൻ എന്ന് പറയുന്നിടത്ത് നമ്മുടെ ആൻസർ എന്ത് ചെയ്യണം, അവസാനിക്കുകയാണ്. ഓക്കെ, ദെയർ എന്നാണ് അവിടെ വരേണ്ടത്, ദെയർ അല്ല. അങ്ങനെ 4 എണ്ണം കിട്ടിയപ്പോഴാണ് എനിക്ക് മനസ്സിലായത് അവസാനിച്ചു എന്നുള്ള കാര്യം. ഓക്കെ, 1 2 3 4 എണ്ണം കിട്ടി, 4 മാർക്കുമായി. സോ ഇങ്ങനെ നിങ്ങൾ എന്ത് ചെയ്യണം, അത് കണ്ടുപിടിക്കണം. ഇനി മറ്റൊരു ക്വസ്റ്റ്യനിലേക്കും കൂടെ നമുക്ക് പോവാം. ഹോട്ട് സമ്മർ ഡേയ്സ് റിമൈൻഡ് മീ ഓഫ് മൈ ചൈൽഡ്ഹുഡ് ഇൻ എ ലിറ്റിൽ വില്ലേജ്. ഓക്കെ, അവിടെ എന്തെങ്കിലും മിസ്റ്റേക്ക് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? ഹോട്ട് സമ്മർ ഡേയ്സ്, ഹോട്ട് സമ്മർ ഡേയ്സ്, ദിവസങ്ങൾ എന്ന് പറയുമ്പോൾ അത് പ്ലൂറൽ ആണ് അല്ലെ.
പ്ലൂറൽ ആണ്, ഒന്നിൽ കൂടുതലുണ്ട്. ഇനി റിമൈൻസ് എന്ന് പറയുമ്പോൾ അത് സിംഗുലർ ആണ്. അപ്പൊ അതിനെ മാറ്റണം. നമ്മൾ റിമൈൻസിനെ മാറ്റിയിട്ട് നമ്മൾ എന്താക്കണം, റിമൈൻഡ് എന്നാക്കിയാൽ മതി, വേറെ പ്രശ്നമൊന്നുമില്ല. അപ്പൊ പ്ലൂറലായി. ഓക്കെ, ഇനി അടുത്ത എന്താണ്, me of the childhood in the a little village. Okay, there were a large banyan tree. അത് തെറ്റാണല്ലോ. there were ഏന്ന് പറയില്ലല്ലോ നമ്മള്, അല്ലെ? ഏന്ന് പറയുമ്പോ ഒരു ബനിയൻ ട്രീ അല്ലേ ഉള്ളൂ. ഒരു ബനിയൻ ട്രീന്റെ മുമ്പിൽ എന്തിനാ നമ്മൾ വേർ ഉപയോഗിക്കുന്നത്? വേറിലാണ് മിസ്റ്റേക്ക് ഉള്ളത്, അല്ലെ? വേറിലാണ് മിസ്റ്റേക്ക് ഉള്ളത്. വേർന്ന് പറയേണ്ട ആവശ്യമുണ്ടോ? ഇല്ല. അപ്പൊ നമ്മൾ എന്താക്കണം, അതിന് പകരം, വേറിന് പകരം നമ്മൾ സിംഗുലർ ആയിട്ടുള്ള വാസിനെയാണ് കൊടുക്കേണ്ടത്. ക്ലിയർ അല്ലേ? അപ്പൊ വേറിന് പകരം നമ്മൾ എന്താക്കുന്നു, വാസ് ആക്കുന്നു. ഓക്കെ, ഇനി അടുത്ത മിസ്റ്റേക്കിലേക്ക് വരാം നമുക്ക്. ഇൻ ദ മിഡിൽ റൈറ്റ് ഓഫ് ദ വില്ലേജ് തെറ്റാണ്. വേർഡ് ഓർഡർ മിസ്റ്റേക്ക് നമുക്ക് അവിടെ തന്നെ ഫീൽ ചെയ്യുന്നുണ്ട്. ഇൻ ദ മിഡിൽ റൈറ്റ് ഓഫ് ദ വില്ലേജ് എന്നല്ല പറയാ, റൈറ്റ് ഇൻ ദ മിഡിൽ ഓഫ് ദ വില്ലേജ് എന്നാണ് കറക്റ്റ് യൂസേജ്, അല്ലെ? റൈറ്റ് ഇൻ ദ മിഡിൽ ഓഫ് ദ വില്ലേജ് എന്നാണ് കറക്റ്റ് യൂസേജ്. റൈറ്റ് ഇൻ ദ മിഡിൽ ഓഫ് ദ വില്ലേജ് എന്നാണ് നമ്മൾ എഴുതേണ്ടത്. അങ്ങനെ ലാസ്റ്റിലേക്ക് വരുവാണെങ്കിൽ ആൻഡ് വുഡ് സ്പെൻഡ് തെറ്റാണ്. സ്പെൻഡ് എന്ന വേർഡ് ഒരു പ്രശ്നമുണ്ട് അവിടെ. കറക്റ്റ് സ്പെൻഡ് എന്നാണ് വരുന്നത്, ഡി ആണ് വരേണ്ടത്. എന്താണ് കാരണം? കാരണം സ്പെൻഡ് എന്ന് പറയുന്നത് V1 ആണ്. ഓക്കെ, അതിന്റെ V2 V3 ഒക്കെ ആണ് എന്താ, SPENT എന്ന് പറയുന്നത്, SPENT എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് കുഡ് അല്ലെങ്കിൽ വുഡ് അല്ലെങ്കിൽ ഷുഡ് എന്നൊക്കെ പറയുന്ന, അല്ലെങ്കിൽ വില്ല് ക്യാൻ ഷാൽ മേ എന്നൊക്കെ പറയുന്ന ഓക്സിലറി വെർബുകൾ വരുമ്പോ, അല്ല മോഡൽ ഓക്സിലറീസ് വരുമ്പോ, ഓക്കെ, അവരെ വിളിക്കുന്ന വേറെ സെപ്പറേറ്റ് പേരാണ് മോഡൽ ഓക്സിലറീസ്. ആ മോഡൽ ഓക്സിലറീസ് വില്ല് ക്യാൻ ഷാൽ മേ വുഡ് ഷുഡ് കുഡ് മൈറ്റ് മസ്റ്റ് എന്നൊക്കെ പറയുന്ന ആൾക്കാർ വരുമ്പോൾ തൊട്ടടുത്ത വേർബ് എപ്പോഴും V1 ഫോമിലായിരിക്കും. ഓക്കെ, എന്ന് വെച്ചാൽ നമ്മൾ ഐ വുഡ് കം വിത്ത് യു എന്നാ പറയാം. ഐ വുഡ് കമ്മിങ് എന്നോ അല്ലെങ്കിൽ ഐ വുഡ് കെയിം എന്നോ നമ്മൾ പറയൂല. പക്ഷെ ഇവിടെ ഇവര് വുഡിന് ശേഷം സ്പെൻഡ് എന്ന് പറയുന്ന, അല്ലെ, അത് V2 V3 ഒക്കെ ആവാം. അപ്പൊ അതാണ് ഉപയോഗിച്ചിരിക്കുന്നത്. സോ അത് തെറ്റാണെന്നും അത് V1 കൊണ്ടുവരണമെന്നും സ്പെൻഡ് എന്ന് പറയുന്ന ഡിയിൽ അവസാനിക്കുന്ന വേർഡാണ് കൊണ്ടുവരേണ്ടതെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അപ്പൊ ഇങ്ങനെയും മിസ്റ്റേക്സ് വരാം. അപ്പൊ ഓരോ ഗ്രാമാറ്റിക്കൽ കാര്യങ്ങൾ നമ്മളിവിടെ കുറെ പഠിക്കാനുണ്ട്. സോ അതിൽ ഒന്നാണ് നമ്മളിപ്പോൾ പറഞ്ഞ ഈ പറയുന്ന നമ്മുടെ സബ്ജക്റ്റ് വേർബ് എഗ്രിമെന്റ്, അല്ലെങ്കിൽ ഈ പറഞ്ഞ ഓരോ വുഡിന്റെ ശേഷം വരുന്ന, ടൂടെ ശേഷം വരുന്ന, പ്രിഫറിന്റെ കൂടെ വരുന്ന, അതുപോലെ സ്പെല്ലിംഗ് മിസ്റ്റേക്സ്, വേർഡ് ഓർഡർ, റിപ്പോർട്ടഡ് സ്പീച്ചിൽ വരുന്ന മിസ്റ്റേക്സ്. ഇപ്പോൾ റൊണാൾഡോ ടോൾഡ് ദാറ്റ് ദേ വിൽ വിൻ ദ മാച്ച്, തെറ്റാണ്. ദേ വുഡ് വിൻ ദ മാച്ച് എന്ന് പറയുന്നത്. കാരണം ടോൾഡ് ദാറ്റ് കണ്ടാൽ നമുക്ക് മനസ്സിലാക്കണം അത് റിപ്പോർട്ടഡ് സ്പീച്ച് ആണെന്നും, റിപ്പോർട്ട് സ്പീച്ചിൽ എല്ലാ കാര്യങ്ങളും നമ്മൾ പാസ്റ്റ് ടെൻസിലാണ് എഴുതുക എന്നുള്ളതും, അല്ലെ? അതേപോലെ പാസീവ് വോയിസുമായി ബന്ധപ്പെട്ടുള്ള മിസ്റ്റേക്സ് വരാം, ആർട്ടിക്കിൾസുമായി ബന്ധപ്പെട്ട മിസ്റ്റേക്സ് വരാം. ഇങ്ങനെ ഒരുപാട് ഏരിയാസ് നമ്മൾ എന്താണ് പഠിക്കാനുണ്ട് എഡിറ്റിംഗിൽ. അപ്പൊ ഇതെല്ലാം ഡീറ്റെയിൽ ആയിട്ട് പഠിപ്പിക്കുന്ന ഒരു സെഷനാണ് ഈ പറയുന്ന നമ്മുടെ കമ്മിങ് ഡേയ്സിലുള്ള ഈ മാരത്തോൺ എന്ന് പറയുന്നത്. നാളെ 15-ാം തീയതി, ഇന്ന് 15-ാം തീയതി നമുക്ക് ഒരു ഫുൾ ചാപ്റ്റർ റിവിഷന്റെ ലൈവ് ഉണ്ട്. സോ ഫുൾ ചാപ്റ്റർ റിവിഷൻ കഴിഞ്ഞാൽ നെക്സ്റ്റ് ഡേ, നമ്മളെ പരീക്ഷയുടെ തൊട്ട് തലേ ദിവസം 16-ാം തീയതി നമ്മുടെ മെഗാ മാരത്തോണിൽ കംപ്ലീറ്റ് ഗ്രാമറും നമ്മൾ ഡിസ്കസ് ചെയ്യും. അതുപോലെ തന്നെ ഡിസ്കോഴ്സസ് എങ്ങനെയാണ് ഓരോന്നും എഴുതേണ്ടത് ഫുൾ മാർക്കിലേക്ക് എത്താൻ വേണ്ടിയിട്ട്, ഇതൊക്കെ ആയിരിക്കും അടിപൊളിയായിട്ട് നമ്മൾ പഠിക്കുക. സോ ആ ലൈവുകൾ മിസ്സാക്കാതെ അടിപൊളിയായിട്ട് എല്ലാ ഗ്രാമറും പഠിച്ച് മനസ്സിലാക്കി ഫുൾ മാർക്കിലേക്ക് എത്താൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. അപ്പോൾ ലൈവിൽ കാണാം.